ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ അവിടെയും എന്നെ ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 9 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഏസ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ നൈറ്റ് ഓഫ് കപ്സ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്കേജ് ആണ് 8 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 ഓഫ് കപ്സ്. ഈ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ടെമ്പറൻസ്. ഈ പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ ആണ് 4 ഓഫ് വാൻഡ്സ്. ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ വേൾഡ്. ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ ആക്ഷൻ എടുക്കാൻ പോണത് 6 ഓഫ് വാൻഡ്സ്. ഇവിടെ ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ വർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. നിങ്ങൾ പ്രേ ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണു. അപ്പോൾ നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവണു ഈ മാസം. നിങ്ങൾക്ക് വേണ്ട മാതിരി തന്നെ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 9 ഓഫ് കപ്സ് എന്താണ്? എംപറർ, ഏരീസ് എനർജി. നിങ്ങളൊരു ഏരീസിനെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വിഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ പേഴ്സൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ആയിരുന്നു വിഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ കോൾ ഇല്ല മെസ്സേജ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ്റെ മാതിരി അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കണു ഈ മാസം. ഏസ് സോഡാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഒരു ബ്രേക്ക് ത്രൂ, ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു സഡൻ ഐഡിയ, ഒരു അൺഎക്സ്പെക്റ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഈ ഏസ് ഓഫ് സോഡ്സ്? ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയും കൂടിയാണ് ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് അവരെന്തോ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലായിരുന്നു, കുറേ സ്റ്റക്കായിട്ടായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് മേ ബി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല മുമ്പേ. ഇപ്പോൾ പക്ഷെ ആ ക്ലാരിറ്റി വരുന്നുണ്ട് അവരുടെ ലൈഫിൽ. ആൻഡ് അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ, ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു വെച്ചാൽ, അതിൻ്റെ കാരണമായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി വന്നേ. പക്ഷെ അതിലും ഒരു സൊല്യൂഷൻ ഈ പേഴ്സണ് കിട്ടുന്നുണ്ട്. എന്തോ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് അവരുടെ ലൈഫിൽ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. അപ്പോൾ 9 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 6 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ കുറേ എഫേർട്ടും കോളും മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ, ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നില്ല മുമ്പേ. അതല്ല വെച്ചാൽ ഓപ്പോസിറ്റ് വേ ആയിരിക്കാം, നിങ്ങൾ അത്ര എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നില്ല, ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കുറേ എഫേർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്കേജ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 8 ഓഫ് കപ്സ് മേ ബി നിങ്ങൾ മുമ്പേയും ഒരുമിച്ച് വന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്ട് നിങ്ങൾ പിരിഞ്ഞതായിരുന്നു. ഇപ്പോൾ അത് ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു റീകൺസിലിയേഷൻ ആണ് വെച്ചാൽ
ഈ മുമ്പത്തെ ഇഷ്യൂ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. ഓക്കെ, അതായിരിക്കും അത്. പിന്നെ വേറെ എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ അല്ല, ഇതൊരു പുതിയ റിലേഷൻഷിപ്പ്, പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഇവിടെ കുറെ ടെൻസ്ഡ് ആണ്. പറഞ്ഞാൽ ഇവിടെ പേടിയുണ്ട് ആർക്കോ അത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പിന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതൊരു ടെൻഷനാണ്. പറഞ്ഞാൽ ആരോ ഇവിടെ കുറെ ഓവർ തിങ്ക് ഉണ്ട് അതിനെ കുറിച്ച്, ഇത് വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന്. ആ ഒരു വരി ഉണ്ട്. ഇപ്പൊ ആ വരി നിങ്ങളുടെ സൈഡിലാണോ ഈ പേഴ്സന്റെ സൈഡിലാണോ എന്ന് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ഒരു ഫാമിലി വേണം, ഒരു ഫ്യൂച്ചർ വേണം. പക്ഷെ ഇവിടെ കുറെ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയണ ആൾക്കാർ ചിലവർ ഇതിൽ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങളുടെ എക്സ്. അതല്ല വെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിൽ നിന്നായിരിക്കാം, അവരുടെ ഫാമിലി, അവരുടെ എക്സ്. അപ്പോൾ അതിന്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറെ സമയം എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യില്ല. ഓക്കെ, സമയം എടുക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയിൽ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് സോഡ്സ് ആണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കും അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. മേ ബി അവര് ഈ പേഴ്സൺ ഇപ്പോ ഹീലിംഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അവരുടെ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാലും ഈ പേഴ്സൺ ഇപ്പോ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ്. അവർക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നറിയാം. അവർ നിങ്ങളുടെ കൂടെ ഹാപ്പിയാണ്. പക്ഷെ ആക്ഷൻ വൈസ് അവർക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് അവർ. ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണേ. ഈ സമയത്ത് ഈ ഒരു ഇംബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ സാജിറ്റേറിയസ് എനർജി ഉണ്ട്, ഡെവിൽ. അപ്പോൾ എന്തോ ഒരു ടോക്സിക് എലിമെന്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പൊ ഈ ടോക്സിക് എലിമെന്റ് ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. ചില അൺഹെൽതി ഇന്റർഫിയറൻസ് ആയിരിക്കാം. അതിന്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറെ ബ്ലോക്സ് ഉണ്ട്, കുറെ പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ അതിനൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ കുറെ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടിയും എല്ലാം മാനേജ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ സിറ്റുവേഷനിലും ബാലൻസ് കൊണ്ടുവരാനാണ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ 4 ഓഫ് വാൻഡ്സ് ആണ്. അവർക്ക് ഒരു ലോങ് ടേം ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ വേണം. ഒരു മാരേജ് ആണ് അവർ പ്ലാൻ ചെയ്യണത്. അവരുടെ ഇന്റൻഷൻ വെയിറ്റ് ചെയ്യാനാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി മേ ബി ഈ സിറ്റുവേഷനിൽ കുറെ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ നിങ്ങളുടെ ആക്ഷൻ വേൾഡ് ആണ്. അപ്പോൾ ശരിയായ സമയമാകുമ്പോൾ നിങ്ങൾ ആ ഫോർവേഡ് മൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സന്റെ ആക്ഷനും 6 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഞാൻ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനിൽ നിങ്ങൾ രണ്ടാളുടെയും എനർജി ഒരു മാതിരിയാണ്. പറഞ്ഞാൽ നിങ്ങളുടെ എനർജി മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓഫർ ഈ പേഴ്സണ് കൊടുക്കണു. നിങ്ങളാണ് ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ഈ പേഴ്സണും അങ്ങനെ തന്നെ റെസ്പോണ്ടും ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ ഫോർവേഡ് മൂവ്മെന്റ് എനർജി ഞാൻ കാണുന്നുണ്ട്. അവരും നിങ്ങൾ ഓഫർ ചെയ്യണത് ആക്സെപ്റ്റ് ചെയ്യണു. അതല്ല വെച്ചാൽ അവരായിരിക്കും ഓഫർ ചെയ്യുന്നുണ്ടാവുക എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കാം, ഒരു ഐഡിയ, ഒരു പുതിയ ബിഗിനിങ്. എന്താ ഓഫർ ചെയ്യണ വെച്ചാലും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഉണ്ട്. ഒരു സൊല്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വേഗം തീരാൻ പോകുന്നുണ്ട്. ആ ബ്ലോക്സ് ഒക്കെ മാറാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ഔട്ട്കം ആയിട്ട്. കിങ് ഓഫ് സോഡ്സ് എക്വേരിയസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ടോറസ് എനർജി. അപ്പൊ ഇവിടെ തന്നെ കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൻ്റെ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇവർ ഇന്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയോ ഇൻവോൾവ് ആണ്. ഇപ്പൊ ഇത് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം.
ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു പ്രോബ്ലം, ഒരു ബ്ലോക്ക് മാറുന്നുണ്ട് നിങ്ങളുടെ ലൈഫിന്, ഈ റിലേഷൻഷിപ്പിന്. ആൻഡ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്വീൻസും കിങ്സും നൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. അവരായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിലാണോ അവരുടെ സൈഡിലാണോ അത് പറയാൻ ഇവിടെ ഡിഫിക്കൾട്ടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർ ഇവിടെ ഇൻവോൾവ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡുമായിരിക്കാം, ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫാമിലി ഇൻവോൾവ് ആയിരിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളും ആവാം. ഇവിടെ സ്പൈൻ എഴുതിയിട്ടുണ്ട്. someone's got their eye on you, you are doing your research. അപ്പോൾ ഇവിടെ ആരോ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കുറേ ആൾക്കാർ ഇൻവോൾവ് ആണ്. ഇത് നിങ്ങൾ ഈ പേഴ്സണിന്റെ സൈഡിൽ നിന്നല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരോ ഈ പേഴ്സണിനെ അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ടാവും, അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിലുള്ള മെസ്സേജ് എന്താണ്? ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ എന്തോ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലാണ്ടെയും അവരുടെ ലൈഫിൽ വേറെ ഇഷ്യൂസ് ഉണ്ട്. വി നീഡ് ടു ലെറ്റ് ഈച്ച് അതർ ഗോ. I feel you leaving me behind. I can't stop thinking about you. അപ്പോൾ ഇതാണ് അവരുടെ മനസ്സിലുള്ള മെസ്സേജസ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ക്യാൻസർ ഉണ്ട്, ലീബ്ര ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ലിയോ ഉണ്ട്, ഏരീസ്, ജെമിനായി, കുറേ സൈൻസ് ഉണ്ട് ഇവിടെ ആക്ച്വലി, ടോറസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഞാൻ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. കാപ്രിക്കോൺ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.